ഞാൻ ഡോക്ടർ നിവ ജേക്കബ് സൈക്കാട്രിസ്റ്റ് ആണ്. ഈ തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി റീൽസ് ഇപ്പോൾ കാണാറുണ്ട്. ഇത് പ്യോർലി ഒരു സൈക്കാട്രിക് വീഡിയോ ഒന്നുമല്ല, പക്ഷേ ഒരു 90s കിഡ് എന്ന നിലയ്ക്ക്, ഒരു മില്ലേനിയൽ എന്ന നിലയ്ക്ക് എനിക്കിതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം തോന്നി. കുറച്ച് സൈക്കോളജിക്കൽ പോയിൻറ്റ്സ് ഒക്കെ അതിലുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ ഈ വീഡിയോസ് വരുന്നത് റീൽസിലൊക്കെയാണ്. സോ എന്താണ് ഈ തന്ത വൈബ് അല്ലെങ്കിൽ തള്ള വൈബ്? അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയിലെത്താം. സോ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ പേരൻസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, നമുക്ക് അത് നമ്മൾ ചെയ്യണം എന്ന് തോന്നാതിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്കതൊന്നും ബോധറേ ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു. സോ അത് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ തോന്നുക, അയ്യോ എനിക്ക് തന്ത വൈബായോ, എൻ്റെ അപ്പനെ പോലെ ഞാൻ ഇപ്പോൾ പെരുമാറാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പോലെ ഞാനിപ്പോൾ പെരുമാറാൻ തുടങ്ങിയോ, ഞാൻ അവരുടെ ഒരു പ്രായമായോ എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഈ ഒരു ടേം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നമ്മൾ പാട്ടുകളൊക്കെ കേൾക്കുന്നത് ആ സമയത്ത് റിലീസാവുന്ന പാട്ടുകളാണ്. സോ നമ്മുടെ പേരൻസ് ആ സമയത്ത് കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോങ്സ് ഒക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലൊക്കെ എന്താ ഉള്ളത്, ഇതിങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മുടെ അടിച്ചുപൊളി പാട്ടുകളില്ലേ. എന്നിട്ട് ഇപ്പോൾ വരുമ്പോൾ ഈ ഒരു ജനറേഷൻ്റെ സോങ്സ് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് സുഖം തോന്നത്തില്ല. നമ്മൾ പഴയ സോങ്സ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുവാണ്. അതേസമയം നമ്മളിപ്പോൾ കാണാറുണ്ട് 9XM അന്ന് രാവിലെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കേട്ടിരുന്ന പാട്ടുകൾ, ജൂക്ക് ബോക്സിൽ വന്നിരുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ആൽബം സോങ്സ്, സുന്ദരിയേവ, അതൊക്കെ നമ്മൾ അന്ന് കേട്ടിരുന്നു, നമ്മൾ എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ മീനിങ് ഒന്നും അത്രയ്ക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആ മീനിങ്ങിലോട്ടൊക്കെ പോകുന്നു. അന്ന് നമുക്ക് പ്രണയം എന്താണെന്നൊന്നും മനസ്സിലായിരുന്നില്ല. ഇപ്പം നമ്മൾ അതിൻ്റെ വേർഡ്സിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്നു. നമുക്ക് ആ ഒരു ഫീലോടുകൂടി അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പോകുമ്പോൾ ഇന്നത്തെ സോങ്സുമായിട്ട് വി ഡോണ്ട് ബിലോങ് ടു ഇറ്റ്, ഓർ ലൈക്ക് വി ഡോണ്ട് കണക്ട് വിത്ത് ഇറ്റ്. പക്ഷേ പഴയ ആ സോങ്സ് നമ്മൾ കേട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അതിനോട് വളരെ കണക്ഷൻ തോന്നും. നമുക്ക് ആ ഒരു കംഫർട്ട് ഉണ്ട്. ആ ഒരു കാലഘട്ടം നമ്മളെ വളരെ കാമാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ സ്കൂളിൽ പോകുന്ന ടൈം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. നമുക്ക് വളരെ സ്ട്രെസ്സൊന്നും ഇല്ലാത്തൊരു കാലമാണ്. സോ ആ സമയത്ത് നമ്മൾ വളരെ കാമാണ്. നമ്മൾക്ക് ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ല, ജോലിക്ക് പോകണ്ട, കൂളായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ സോങ്സ് കേൾക്കുമ്പോൾ നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്ത് ആ ഒരു കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു പഴയ കാലത്തെ ശാന്തവും സമാധാനവുമായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയിലോട്ട് പോകുന്ന പോലെയാണ് വരുന്നത്. നമ്മൾ ആ ആനന്ദം മൂവിയിൽ കാണുന്നില്ലേ, റോഷൻ അതിൽ ബാൻഡിൻ്റെയൊക്കെ പാർട്ടായിട്ട് നടന്നിട്ട് ഫോണിൽ പോയിട്ട് യേശുദാസിൻ്റെ സോങ് കേട്ടുകൊണ്ടിരിക്കണോ, എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇതിൻ്റെ ബാൻഡിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട് സമാധാനം അടിക്കുന്നത്. അപ്പോൾ സെയിം തിങ് ഒക്കെ തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ പണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും കൂടുതൽ സോങ്സ് വരുമ്പോൾ നമ്മൾ ആ ഒരു പ്യുവർ പ്രഷറുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെടണം എന്ന് നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഒറ്റയ്ക്കാണ്, അഡൾട്ട്സാണ്. ഇപ്പോൾ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇതാണ് എനിക്കിഷ്ടം അല്ല എന്നുള്ളതൊക്കെ. നിങ്ങൾക്കത് ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ട്രൈബിനെ കണ്ടുപിടിക്കും, നമ്മൾ നമ്മുടെ തന്നെ പ്രായത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കും. അതുകൊണ്ടല്ലേ പറയാം, നമുക്കിപ്പോൾ ഒരു 20s പോലെ തോന്നും, പക്ഷേ ശരിക്കും ആ ഒരു ഏർലി 20s കിഡ്സുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇച്ചിരി മൂത്ത് പോയി, ആ ഒരു ഏജ് ഗ്രൂപ്പ് അല്ല നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു ഏജ് ഗ്യാപ്പ് അപ്പോഴാണ് മനസ്സിലാകുക. അപ്പോൾ അതുവരെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ യങ് ആണെന്നാണ്. അപ്പോൾ പിന്നെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്രയും യങ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ബട്ട് അതൊരു തന്ത വൈബ് എന്ന പേരിട്ടത് കൊണ്ട് അതൊരു മോശം കാര്യമൊന്നും ആവുന്നില്ല. ഇനിയുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയാം. ഇപ്പം നമ്മളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായിരിക്കും മിക്കവരും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ പണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു കേക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങണം, കഴിക്കണം, അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങളായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ അതൊക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഫുൾ കേക്ക് വാങ്ങിച്ച് കഴിക്കത്തൊന്നുമില്ല. അത് ബേസിക് അഡൾട്ടിങ് ആണ്, നമുക്ക് പറ്റും, പക്ഷേ നമ്മളത് ചെയ്യത്തില്ല. കാര്യം നമ്മൾക്ക് അറിയാമോ, ഇപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചാൽ അത് മൊത്തം എന്നെ കൊണ്ട് തിന്നാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് കുറേ കാലറീസ് ആകും, ഇതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു തന്ത വൈബ് അല്ലെങ്കിൽ തള്ള വൈബാണ്. പക്ഷേ നമ്മുടെ പേരൻസ് അങ്ങനെ പറയും, എന്തിനാ ഇത്രയൊക്കെ വാങ്ങുന്നേ, ഇത് വീട്ടിലുണ്ടാക്കാം. നമ്മൾ കേൾക്കാറില്ലേ, നമ്മുടെ അമ്മമാർ പറയുക, ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഇതെനിക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ, ഇതിനേക്കാൾ ഹെൽത്തി ആയിട്ട്. സെയിം തിങ് ആണ് നമ്മളിപ്പോൾ ചെയ്യുക. നമ്മളിപ്പോൾ കുറേ പേര് ഇപ്പോൾ സ്ക്രാച്ചിൽ നിന്ന് കുക്കിംഗ് ചെയ്യാൻ പഠിക്കുന്നു, ചെയ്യുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തിയർ ഓപ്ഷൻ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നു. ഇപ്പോൾ കുക്കിംഗ് ഒക്കെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഇത്ര സിമ്പിളാണ്, നമുക്ക് ഇതിനേക്കാൾ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് നമ്മൾ തള്ളവൈബ് ആയതുകൊണ്ടല്ല, അത് നമ്മൾ ആ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രോസസ്സിൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസസ് കാരണം അങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷേ
നമുക്ക് ഭയങ്കര ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ പേരൻസിനെ പോലെ ആകുന്നതിനോട്. അത് ബേസിക്കലി നമ്മൾ എന്താ പറയുക, പണ്ടെന്നൊക്കെ ആൾക്കാരിങ്ങനെ പ്രായമായി വന്നിട്ട് അവർ കല്യാണം കഴിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാവുന്നു, എല്ലാവരും ഒരേ ഒരു നോംസിലാണ് പോയിക്കൊണ്ടിരുന്നത്. വളരെ റെയറായിട്ട് കുറച്ച് പേര് മാത്രമേ കല്യാണം കഴിക്കാതെയൊക്കെ ഡിസിഷൻസ് എടുത്തിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ലേറ്റായിട്ടൊക്കെ കല്യാണം കഴിക്കാറുള്ളൂ. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ കരിയറിൻ്റെയും എഡ്യൂക്കേഷൻ്റെയൊക്കെ പുറകെ പോയിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ സൊസൈറ്റൽ നോംസിനൊപ്പം പോകുന്നില്ല. അപ്പോൾ ഒരു എസ്പെഷ്യലി 90s കിഡ്സ് ആൻഡ് മില്ലേനിയൽസ് ആണ് ഇതിൽ സ്റ്റക്കായി പോയത്. അപ്പോൾ നമ്മൾ കുട്ടികളും അല്ല, എന്നാൽ അത് മുതിർന്നതാണെന്ന് നമുക്ക് സമ്മതിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അവരെ പോലെ ചെയ്യാൻ നോക്കുന്നു, പക്ഷെ നമുക്ക് അതുമായിട്ട് റിലേറ്റബിൾ അല്ല. എന്നാൽ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ പണ്ട് ആൾക്കാർ ചേർന്ന് കല്യാണം കഴിക്കുക, പിള്ളേരെ വളർത്തുക, അഡൾട്ട്സ് ആയിട്ട് ജീവിക്കുക. അപ്പോൾ നമ്മളുടെ വിചാരം നമ്മളിപ്പോഴും കുട്ടികളാണെന്നാണ്. പക്ഷേ നമ്മൾ അഡൾട്ടിങ് ആയി, നമ്മൾ അവരുടെ പോലത്തെ തന്നെ നമ്മുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് വളർത്താൻ കുട്ടികളോ അല്ലെങ്കിൽ അവരെ പോലെ അല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ടാണ്, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ വരുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ അപ്പനെ പോലെ ആയോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ പോലെ ആയോ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് നമുക്ക് ഇതിനോട് ഭയങ്കര അവേർഷൻ തോന്നുന്നത്. ബേസിക്കലി ഇത് ദേഷ്യം തോന്നാനുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ അഡൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഓരോ രീതിയിൽ മാറി മാറി വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ടേം കൊടുത്തത് കാരണം നമുക്കത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരു മാതിരിയാണ്. എന്താണിത്? ഇപ്പോൾ നമുക്ക് നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ കൊളീഗ്സിൻ്റെയോ ഒക്കെ പിള്ളേർ, കുഞ്ഞുങ്ങൾ വന്നിട്ട് നമ്മളെ ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ വിചാരിക്കാൻ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ കുട്ടികൾ വന്നിട്ട് നമ്മളെ ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കുന്നത്? നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ കല്യാണം കഴിക്കാത്തതെന്നൊക്കെ. പക്ഷേ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ഫ്രണ്ട്സിനെയും കൊളീഗ്സിനെയൊക്കെ നമ്മൾ വിളിച്ചിരുന്നത് ആൻറ്റി അങ്കിൾ എന്നൊക്കെ തന്നെയാണ്. അവർക്ക് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല, അവർ ഓക്കെ ആയിരുന്നു ആ കാര്യത്തിൽ. പക്ഷെ നമുക്ക് ആ ഒരു ഏജ് മൈൻഡിൽ കിടക്കുവാണ്. അവരുടെ ഐഡിയോളജീസ് നമുക്ക് ഇപ്പോൾ ഓക്കെ അല്ല. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മളും അവരും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് അതേ ആൾക്കാരുടെ ഇപ്പോഴത്തെ പ്രായം വെച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അത്രയും ഓൾഡായോ എന്നുള്ളൊരു തോട്ടാണ് നമ്മുടെ മനസ്സിൽ കിടക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ആൻറ്റി അങ്കിളിനെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ നല്ല പ്രായമായിട്ടുണ്ടാവും, അവർക്കൊരു 50-60 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാളുടെ പടമാണ് നമ്മുടെ മനസ്സിലോട്ട് വരിക ആൻറ്റി അങ്കിളിനെ വിളി കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും, ഞാൻ അത്രയും പ്രായമായോ, ഞാനിപ്പോഴും കുട്ടിയല്ലേ എന്നൊരു തോട്ട് വരും. അവിടെ നിന്നാണ് നമുക്ക് ഇതിനോടൊക്കെ ഒരു അവേർഷൻ തോന്നി തുടങ്ങുന്നത്. കുറേ പേര് പറയുന്ന കേൾക്കാറുണ്ട്, 90s കിഡ്സ് അത്ര കിഡ്സ് ഒന്നുമല്ല. അതേ, നമ്മൾ കിഡ്സ് അല്ല, നമ്മൾ 90s കിഡ്സ് ആയിരുന്നു, ഇപ്പോൾ നമ്മൾ വലിയ ആൾക്കാരാണ്. ഈ 90കളിലെ വസന്തം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ 90കളിലെ വസന്തം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അങ്കിൾസ് ആൻറ്റീസ് ആയിട്ട് ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവർ നമുക്കിഷ്ടമല്ല. അപ്പോൾ നമ്മൾ വസന്തമായോ എന്നാണ് നമ്മളുടെ മനസ്സിൽ വരുന്നൊരു തോട്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു മെൻറ്റാലിറ്റി മാറുമ്പോൾ നമ്മൾ ഇവരുമായിട്ടാണ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ തന്നെ ഒരു ധാരണയിൽ നിൽക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുമായിരിക്കും. പണ്ട് നമ്മൾ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നിരിക്കും, ഇപ്പോൾ നമ്മളൊരു ബുക്കായിരിക്കും വായിക്കുക, അല്ലെങ്കിൽ ഫോണിൽ നോക്കുമായിരിക്കും. കുറച്ചുകൂടി സീരിയസ് ഡിസ്കഷൻസ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ ആ സമയത്ത് ഒരു കൊച്ച് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു, അല്ലെങ്കിൽ ഓടി നടക്കുന്നു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എന്താ അവരോട് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറയണം, അപ്പോൾ ഞാൻ മൂത്തുപോയോ, ഞാനാണോ ആ ഒരു രസം കൊല്ലിപ്പോൾ, അതെന്താ ഞാൻ ഇങ്ങനെ, പണ്ടിൻ്റെ അപ്പനായിരുന്നു ഇതൊന്നും ഇഷ്ടമില്ലാത്തിരുന്നേ. നമ്മളുടെ ഒരു ഇൻട്രസ്റ്റും പ്രിഫറൻസസും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രായമാകുമ്പോൾ നമ്മൾ ഇച്ചിരി പ്രായമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഫാസ്റ്റ് മ്യൂസിക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല, ലൗഡ് മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസും വരും. നമുക്ക് വോയിസിനുള്ള ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മാറും. പ്രായമാകുമ്പോൾ നമ്മുടെ ഓരോ സെൻസസും ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനും ഇതിൽ കാണും. അപ്പോൾ അതിലൊന്നും നമ്മൾ ഇങ്ങനെ അസിസ്റ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല, അത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ആൻറ്റി അങ്കിൾ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടേതായ ക്യാരക്ടറായിട്ട് നമ്മൾ എന്താണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അവരെ പോലെ ബിഹേവ് ചെയ്യണം എന്നില്ല. നമ്മൾ ആരാണോ ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്താലും മതി. നമ്മൾ പണ്ട് നമുക്ക് കാശ് കിട്ടത്തില്ല ചിലവാക്കാൻ, നമ്മുടെ കയ്യിലുള്ള കാശ് നമുക്ക് പോക്കറ്റ് മണി പോലെ എന്തെങ്കിലും തരുന്നു, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞ് തരുന്നു, അതിലാണ് നമുക്ക് ആകെയുള്ള ഒരു സമ്പാദ്യം എന്ന് പറയുക. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെയല്ല. നമുക്ക് നമ്മുടേതായ അക്കൗണ്ട് ഉണ്ട്, നമുക്കറിയാം സാലറി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും, ഓക്കെ ഇത് അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ടും എക്സ്ട്രാവേഗൻ്റ് ആയിട്ട് ചിലപ്പോൾ സ്പെൻഡ് ചെയ്യത്തില്ല. നമുക്ക് പണ്ട് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഇപ്പോൾ വേണ്ടത്, നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും ഓരോന്ന് ചെയ്യുന്നത്. സോ അതെല്ലാം നമ്മൾ തന്തവൈബെന്ന് വിചാരിക്കാതെ അത് അഡൾട്ടിങ് ആണെന്ന് മനസ്സിലാക്കുക.
കാര്യം നമുക്കറിയാം ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇപ്പോൾ നമ്മൾ കൊച്ചിലാണെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചെടുക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോകണ്ട അങ്ങനത്തെ ഒരു സന്തോഷം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള സമയത്ത് അങ്ങനെ കോളേജിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹാങ് ഓവറൊക്കെ നമുക്കൊരു ബോധേഡ് അല്ല, അത്ര പെട്ടെന്ന് വരത്തില്ല ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ വന്നില്ലേ നാളെ കോളേജ് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഭയങ്കര പ്ലാൻഡാണ്. നമ്മൾ ചിലപ്പോൾ മൺഡേ ജോലി ഉണ്ടെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം പോയി കുടിക്കത്തില്ല, അല്ലെങ്കിൽ നേരത്തെ വന്ന് കിടന്നുറങ്ങാൻ നോക്കും. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ആ സിക്ക് ലീവോ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ജോലിയൊക്കെ നമ്മൾ തന്നെ എടുക്കേണ്ടി വരും എന്ന് നമുക്കറിയാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ റീപ്ലേസ് ചെയ്യും എന്നറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മൂത്തുപോയി നമ്മൾക്ക് ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നതുകൊണ്ടല്ല. നമ്മൾ കുറേ കൂടെ റെസ്പോൺസിബിൾ ആവണം എന്ന് നമുക്കറിയാം. അല്ലാതെ ഇറസ്പോൺസിബിളായിട്ട് ജീവിക്കാൻ പറ്റില്ല. പിന്നെ കുറേ പേരിപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇപ്പോൾ വീടൊക്കെ വിട്ട് വേറെ സിറ്റീസിലായിരിക്കും അല്ലെങ്കിൽ വേറെ കൺട്രീസിലായിരിക്കും ജീവിക്കുന്നത്. അവർക്കിപ്പോൾ ഒരു ഫാമിലിയോ കുടുംബമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ഫാമിലിക്ക് വേണ്ട പോലെ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ജീവിക്കുക. അപ്പോൾ നമ്മൾ ബിൽസ് അടയ്ക്കണം, ഇൻഷുറൻസസ് ഉണ്ടാവും, ഒരു ഗ്യാസ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അന്ന് അവർ പ്ലാൻ ചെയ്ത പോലെ നമ്മൾ പ്ലാൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയത്തില്ല, ഇപ്പോൾ അമ്മമാരാണെങ്കിൽ എന്താ പറയുക, ഈ നാളെ എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ, ഈ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ വീട്ടിലിപ്പോൾ കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഓർഡർ ചെയ്യണം, അതും എന്ത് ഓർഡർ ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എവിടെ പോയി കഴിക്കണം എന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കും. ആൻഡ് ഈവൻ ആപ്സ് ഇല്ലേ, ഇപ്പോൾ എന്താണ് വീട്ടിലുള്ള ഫുഡ് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ആപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സെയിം ട്രേറ്റിൽ നിന്ന് മോഡേൺ ആയിട്ട് വന്നിരിക്കുന്ന ഓരോ ഇന്നോവേഷൻസ് ആണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, നമ്മുടെ ഫാദറൊക്കെ വന്നിട്ട് എപ്പോൾ നോക്കിയാലും ടി വിയിൽ വന്ന് ന്യൂസ് വെക്കുക എന്ന് പറയും. പക്ഷെ അത് കാര്യമായിട്ടൊന്നും കേൾക്കത്തില്ല. വേറെ എന്തെങ്കിലും കണ്ടാൽ പോരെ, ഇതിനാ ന്യൂസ് കാണുന്നതെന്ന്. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നമ്മളെല്ലാം അപ്ഡേറ്റഡ് ആണ്. യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആണ്, അമേരിക്കയിലെ ഇലക്ഷനെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആണ്. എന്നാൽ നമുക്ക് കുഞ്ഞിലെ പോലെ ചിന്തിക്കാം ഇതൊന്നും നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യമല്ലെന്ന്. പക്ഷേ നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ട് അല്ലേ, അവിടെ എന്താ നടക്കുന്നത്, ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇലക്ഷനെ കുറിച്ച് നമ്മൾ ബോധേഡാണ്, കാര്യം നമ്മുടെ ലൈഫ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് നമുക്കറിയാം. സോ നമ്മൾ അവരെ പോലെ ആകുവാണ്. അത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അഡൾട്ട്സ് ആകുവാണ്. നമ്മൾ പണ്ടൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. പണ്ട് ബൈക്കിലാണ് ട്രിപ്പ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കാറിലായിരിക്കും പോവുക. അല്ല പണ്ട് ട്രെയിനിലാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലായിരിക്കും പോവുക. അല്ല ഇപ്പോൾ നമ്മൾ മറ്റേതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് ജോലി അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ടൊക്കെ നമ്മൾ പോകുള്ളൂ. പെട്ടെന്ന് കയറി അങ്ങ് ദൂരയാത്രയൊക്കെ പോകാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു പേരൻറ്റിനെ പോലെ ആയി എന്നുള്ളതല്ല, നമ്മൾ പ്രായമായി വേറെ കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ കുറേ ഡിഫറൻസസ് വരും. പിന്നെ നമ്മളുടെ ഒരു കരിയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ നമ്മൾ ജോലിയെ നോക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കുറേ കാശ് അല്ലെങ്കിൽ ഇത്രയും ജോലി ചെയ്താലും കുഴപ്പമില്ല അങ്ങനത്തേക്ക് ഒരു ഐഡിയ ആയിരിക്കും. പിന്നെ ഒരു പോയിന്റ് എത്തും നമ്മൾ കൂടുതലും നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയും നമുക്ക് കുറച്ച് സെൽഫ് കെയറിന് വേണ്ടിയൊക്കെ നമ്മൾ ടൈം ചൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് എത്തും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത്രയും ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. നമുക്ക് അത് റെസ്പോൺസിബിലിറ്റീസ് വരും. നമ്മുടെ ഹോബീസ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പണ്ട് എൻജോയ് ചെയ്ത ഹോബീസ് ആയിരിക്കില്ല ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് കളഞ്ഞിട്ട് പോയ ഹോബീസ് ചിലപ്പോൾ നമ്മൾ വീണ്ടും എടുക്കും. ഇഷ്ടപ്പെടുന്ന സിനിമകൾ മാറും. ഇപ്പോൾ നമ്മളുടെ പേരൻസ് ആണെങ്കിൽ പണ്ട് കണ്ടുകൊണ്ടിരുന്ന നസീറിൻ്റെയൊക്കെ സിനിമകളായിരിക്കും ഇപ്പോഴും പിന്നെ ഇരുന്ന് കാണുക. അപ്പോൾ അവർക്ക് അതാണ് റിപ്പീറ്റ് വാല്യൂ ഉള്ളത്. നമ്മൾ ശരിക്കും എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കുറേ സിനിമകൾ നമ്മുടെ ആ ഒരു ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതായിരിക്കും. അതിനായിരിക്കും നമ്മളിപ്പോഴും പറയുക ഇത് റിപ്പീറ്റ് വാല്യൂ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ കുറേ നമ്മളുടെ ആ ഒരു ചെറുപ്പകാലത്ത് അധികം അപ്രിഷ്യേറ്റ് ചെയ്യാതിരുന്ന മൂവീസൊക്കെ നമ്മളിപ്പോൾ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇത് അന്ന് അടിപൊളിയാവേണ്ടതായിരുന്നു. ഇപ്പോൾ
ദേവദൂതൻ മൂവിയൊക്കെ റിലീസ് വന്നത് എന്തുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട്? അന്ന് നമുക്കിതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമില്ലായിരുന്നു. ഇപ്പോൾ ആ സെയിം കാലഘട്ടത്തിൽ കുട്ടികളായിരുന്ന ആൾക്കാർ ഇപ്പോൾ അത് നല്ലപോലെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് വീണ്ടും കാണുമ്പോൾ നമ്മളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് മാറി. നമ്മൾ അന്ന് അത് കണ്ട രീതിയിലല്ല ഇന്നത് കാണുന്നത്. നമ്മളുടെ ഒരു ഗ്രോത്ത് സംഭവിച്ചു. സോ നമ്മൾ പ്രായമാകുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ വളരും, നമ്മുടെ എക്സ്പീരിയൻസസ് ഉണ്ട് അതിൽ, നമ്മുടെ ജെനറ്റിക്സ് ഉണ്ട് അതിൽ, ഫിസിയോളജിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ നമ്മൾ ആ വളർന്ന് വരുന്നതിന് നമ്മൾ ഒരു വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എംബ്രേസ് ചെയ്ത് ബെറ്റർ പീപ്പിൾ ആവാൻ നോക്കുക. നമ്മൾ കുട്ടികളല്ല, നമ്മൾ അഡൾട്ട്സായി. ഇപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് തിങ്സിനായിരിക്കും. ഇപ്പോൾ ഒരു അഡൾട്ട്, ഒരു മില്ലേനിയലൊക്കെ കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന സെൽഫ് കെയറിനായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനായിരിക്കും, മെൻ്റൽ ഹെൽത്ത് തെറപ്പി, ഇതിനൊക്കെ കുറേ കാശുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പണ്ട് നമ്മൾ ചൂസ് ചെയ്ത കാര്യങ്ങളായിരിക്കില്ല ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ embrace yourself and don't worry about your തന്ത വൈബ് or തള്ള വൈബ്. ബി യുവർ സെൽഫ്. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആ അങ്കിൾ ഓർ ആൻറ്റി അല്ല ഇപ്പോൾ. നിങ്ങൾ 90s കിഡായിട്ട് നിന്ന് വളർന്നു വന്ന ആ ഒരു അങ്കിൾ ഓർ ആൻറ്റിയാണ്. സോ ഇത് നിങ്ങളുടെ ജനറേഷനാണ്, നമ്മുടെ ജനറേഷനാണ്. നമ്മുടെ ജനറേഷൻ അങ്കിൾ ആൻറ്റി ആവുന്നതിൻ്റെ ആ ഒരു ഇത് വിഷമമായിട്ട് വിചാരിക്കാതെ ആ ഒരു ന്യൂ ഫീച്ചർ കാണിച്ചു കൊടുക്കുക, ആ ഒരു ന്യൂ ഫേസ്, ആ ഒരു ന്യൂ ക്യാരക്ടർ. സോ നമുക്ക് ചേഞ്ച് ചെയ്യാം ആ ഡെഫിനേഷൻ. ഒരു അങ്കിൾ ആൻറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ള അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. പിന്നെ കുറേ പേർക്ക് പ്രായമാകുന്നു എന്നുള്ളതൊരു വിഷമം വരും. നമ്മൾ അത്രയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല, നമ്മൾ റീച്ച് ചെയ്യേണ്ട അത്രയും നമ്മൾ റീച്ച് ചെയ്തിട്ടില്ല എന്നൊക്കെ ഒരു വിഷമം വരും. അതും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ദ പ്രോബ്ലം ഈസ്, പണ്ട് ആളുകൾ വിചാരിച്ചിരുന്ന ആ ഒരു ഏജ് ഉണ്ടല്ലോ, ഇപ്പോൾ 30 വയസ്സിൽ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ 30 വയസ്സിലല്ല 30 വയസ്സിന് മുന്നേ കല്യാണം കഴിക്കുക, അല്ല കുഞ്ഞുങ്ങളുണ്ടാവുക. സോ 2 പിള്ളേർ ബൈ ദി ഏജ് ഓഫ് 32, 33. സോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ജെൻസീസ് കുറേ നേരത്തെ കല്യാണം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ നേരത്തെ തന്നെ സ്കൂൾ ടൈമിലെ റിലേഷൻഷിപ്സിലൊക്കെ കയറി വളരെ യങ്ങായിട്ട് കല്യാണം കഴിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പണ്ടേ ആ ഒരു ബൂമർ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവരും നേരത്തെ കല്യാണം കഴിച്ചു. നമ്മളാണ് ഇതിനിടയ്ക്ക് സ്റ്റക്കായി പോയത്, അങ്ങും ഇല്ല ഇങ്ങും ഇല്ലാതെ. അപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ മൂത്തു പക്ഷേ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ കുട്ടികളാണോ? അല്ല, അവരും ഒക്കെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അത് കുറച്ചുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ കുട്ടിത്തം ഉണ്ടായിരുന്നു, നമുക്ക് യങ്ങായിട്ടിരുന്നപ്പോൾ ആ ഒരു ജീവിതവും കിട്ടി. പിന്നെ നമ്മളിപ്പോൾ അഡൽട്ട് ലൈഫിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇതിൽ ഒത്തിരി മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് സ്റ്റഫൊന്നും ഇല്ല, പക്ഷേ എനിക്കിത് വളരെ കൗതുകകരമായിട്ട് തോന്നി, ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. ഞാനൊരു 90s കിഡാണ്. സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ വിത്ത് യുവർ fellow 90s kids, your millennial friends, and comment below. We can start a discussion on it, and subscribe to my channel. Bye. Thank you.